ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചതിൽ രാഷ്ട്രപതിയുടെ റഫറൻസിന്മേൽ സുപ്രീം കോടതി വിധി ഇന്ന്. റഫറൻസിൽ മറുപടി നൽകുന്നത് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ്. 14 ചോദ്യങ്ങളാണ് റഫറൻസ് മുഖേന രാഷ്ട്രപതി കോടതിക്ക് മുൻപിലേക്ക് വെച്ചത്. ദിവസങ്ങൾ നീണ്ട വാദങ്ങൾക്ക് ശേഷമാണ് കോടതി ഇക്കാര്യത്തിൽ നിർണായക തീരുമാനം എടുക്കുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KK പ്രശാന്ത് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. പ്രശാന്ത്, രാഷ്ട്രപതി മുന്നോട്ട് വെച്ച ആ ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരം അത് എങ്ങനെയായിരിക്കും, എന്താണ് കോടതിക്ക് പറയാനുള്ളത് എന്നൊക്കെ അറിയാൻ രാജ്യം ഉറ്റുനോക്കുകയാണ് അല്ലേ? മായ, ഗുഡ് മോർണിംഗ്. ഏറ്റവും നിർണായകമായ ഒരു മറുപടിയായിരിക്കും ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സുപ്രീം കോടതിയിൽ നടന്നിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ ഈ ബില്ലിന്റെ പരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് അനുവാദമുണ്ടോ, അധികാരമുണ്ടോ എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും വിവേചന അധികാരമാണ്. ഒരു ബില്ല് എത്തരത്തിലാണ് നീട്ടിവെക്കേണ്ടത്, എങ്ങനെയാണ് അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള വാദമാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപിൽ നടന്നത്. ആ സമയത്ത് കോടതി തന്നെ പറഞ്ഞത്, ഇത്തരത്തിൽ ബില്ലുകൾ നീട്ടിവെക്കുന്നത് അനിശ്ചിതത്വം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു പരിധി വേണം എന്നുള്ളതാണ്. അങ്ങനെയാണ് തമിഴ്നാടിന്റെ കേസിൽ 3 മാസത്തെ സമയപരിധി തീരുമാനിച്ചത്. ഗവർണർമാർക്ക് മുന്നിലേക്ക് സർക്കാർ ബില്ല് നൽകി കഴിഞ്ഞാൽ അത് 3 മാസത്തിലുള്ള തീരുമാനം എടുക്കണം. ഒന്നെങ്കിൽ രാഷ്ട്രപതിക്ക് കൈമാറണം, അല്ലാത്ത പക്ഷമാണെങ്കിൽ അത് തിരിച്ച് സർക്കാരിന് തന്നെ നൽകണം. അതിനുശേഷം സർക്കാർ തീരുമാനം എടുക്കട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഈ രണ്ട് തരത്തിലും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്നതാണ്. പക്ഷേ പലപ്പോഴും ബില്ലുകൾ നിരവധിയായി ഗവർണർമാർ പിടിച്ചുവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തമിഴ്നാടും അതുപോലെ തന്നെ കേരളവും എല്ലാം തന്നെ വാദിച്ചത്. അതേസമയം തന്നെ തന്ത്രപ്രധാനമായ ചില നീക്കങ്ങൾ ഈ ബില്ലിന്റെ പേരിൽ നടക്കാറുണ്ട്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, ഒപ്പം തന്നെ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട ഒരു കാരണവശാലും തീരുമാനം എടുക്കാനുമില്ല. ഭരണഘടനാപരമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. മാത്രമല്ല, കേന്ദ്ര സർക്കാരുമായോ ബന്ധപ്പെട്ട സംവിധാനങ്ങളുമൊക്കെ തന്നെ കൂടി ആലോചിക്കേണ്ടി, അതിന് സമയമെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കം എന്നുള്ളതാണ് രാഷ്ട്രപതിയും ഒപ്പം തന്നെ ഗവർണർമാരും എല്ലാം തന്നെ വാദിച്ചത്. മാത്രമല്ല, അത്തരത്തിൽ തിടുക്കത്തിലൊരു തീരുമാനമെടുക്കാനുള്ള ഒരു സമയപരിധി കോടതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ സമാനമായ രീതിയിൽ നിർണായകമായ പല ബില്ലുകളും അല്ലെങ്കിൽ സുപ്രധാനമായ ബില്ലുകൾ എത്തിയേക്കും. അതിനെ ഇതേ സമയപരിധിക്കുള്ളിൽ പരിഹരിക്കുക, തീരുമാനമെടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളതാണ് സംസ്ഥാനത്തെ ഗവർണർമാരും അതുപോലെ തന്നെ രാഷ്ട്രപതി എല്ലാം തന്നെ വാദിച്ചത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടതി ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഈ കാര്യങ്ങൾ, അതായത് ഈ വിവേചനാധികാരത്തിൽ ഇടപെടാൻ കോടതിക്ക് അധികാരമില്ല, പക്ഷേ ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബില്ലുകൾ നീട്ടിവെക്കുന്നത് കൊണ്ട് ഭരണ അനിശ്ചിതത്വം ഉണ്ടാകരുത്, ഭരണസ്തംഭനം ഉണ്ടാകരുത് എന്നൊരു നിലപാട് കൂടി കോടതിയുടെ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള നിലപാട് ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് എടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായ. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.